وجنة عرضها السماوات والأرض أعدت للمتقين صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നു. സൂറത്തു ആലു ഇംറാനിൽ നമുക്ക് ഈ വചനം കാണാൻ കഴിയും. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഇതിനു മുമ്പ് ചില കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം റബ്ബ് തആല നമ്മോട് പറയുകയാണ്, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും വജന്നത്തിൻ റബ്ബ് തആലയുടെ സ്വർഗത്തിലേക്കും നിങ്ങൾ വേഗത്തിൽ മുന്നേറുവിൻ. ധൃതി പിടിച്ച് ആവേശത്തോടെ മടിയില്ലാതെ വേഗത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനം നേടിയെടുക്കാനും സ്വർഗം നേടിയെടുക്കാനും നിങ്ങൾ മത്സരിക്കുവീൻ, വേഗത്തിൽ മുന്നേറുവീൻ എന്ന് റബ്ബ് തആല നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മഗ്ഫിറത്തും അതുപോലെ തന്നെ അവൻ്റെ ഔദാര്യമായ ജന്നത്ത് അഥവാ സ്വർഗവും നമുക്ക് ലഭിക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യത്താൽ കനിഞ്ഞു നൽകുന്ന അതിനേറെ സാധ്യതകൾ കൽപ്പിക്കപ്പെട്ട പരിശുദ്ധ റമളാൻ മാസം നമ്മോടടുത്ത് എത്തിയതിൻ്റെ ആത്മനിർവൃതിയിലാണ് നാമൊക്കെയുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരുപക്ഷേ ഇന്നത്തെ അസ്തമയത്തോടെ പരിശുദ്ധ റമളാൻ ഷരീഫിൻ്റെ പൊന്നമ്പിളിക്കീറ് ദൃശ്യമാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് മഗ്രിബ് മുതൽ പരിശുദ്ധ റമളാൻ ഷരീഫിന് തുടക്കമാകും. എന്തായാലും സാങ്കേതിക വിദ്യകളൊക്കെ വികസിച്ച ഈ കാലത്ത് വിവരങ്ങൾ നമുക്ക് അപ്പോൾ അറിയാൻ കഴിയുകയും സാധാരണയിൽ മാസപ്പിറവി കണ്ടാൽ നാം ചെയ്യാറുള്ള നമ്മുടെ ആരാധന ആചാര രീതികളെന്തോ അത് ആവേശത്തോടെ ചെയ്യുവാൻ ആവേശം കാണിക്കുകയും ചെയ്യണമെന്ന് എൻ്റെ നഫ്സിനോട് ശേഷം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് തആല തൗഫീഖ് തരട്ടെ. ഈ പരിശുദ്ധ റമളാൻ ഷരീഫ് കൊണ്ട് വിജയിക്കുവാൻ റബ്ബ് തആല നമ്മെ തുണക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ റമളാൻ ഷരീഫിനെ നെഞ്ചിലേറ്റാൻ മുതിരുന്നതിന് മുമ്പ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നുണ്ട്. സൂറത്ത് മുഅ്മിനൂൻ വചനം 115, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇത് നമ്മോടാണ് ചോദ്യം. നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബസ, നമ്മെ പടച്ചത് വെറുതെയാണെന്ന്, ഒരു കാര്യമില്ലാതെ ഭൂമിക്ക് ഭാരമായിട്ട് പടച്ചു വിട്ടതാണോ നിങ്ങളെ നമ്മളെ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. നിങ്ങളെ പടച്ചതിൽ ഒരു ലക്ഷ്യമൊന്നും എനിക്കില്ലേ? നിങ്ങളെ പടച്ചത് കൊണ്ട് എനിക്ക് പ്രത്യേകമായ ലക്ഷ്യവും താല്പര്യവും ഒന്നും ഇല്ല എന്നാണോ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത്? അള്ളാഹ്ക്കൊരു പണിയില്ലാതെ ഇരുന്നപ്പോൾ നമ്മളെ പടച്ചാൽ നമ്മൾ വിചാരിക്കുന്നുണ്ടോ? മാത്രമല്ല വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് നിങ്ങളെ മടക്കപ്പെടില്ല എന്നാണോ വിചാരം? ഈ ദുനിയാവിലെ ജീവിതത്തോടെ എല്ലാം അവസാനിച്ചു എന്നുമാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അല്ല. നിങ്ങളെ പടച്ചതിൽ നിങ്ങളുടെ സൃഷ്ടാവായ റബ്ബിന് ലക്ഷ്യമുണ്ട്. നമ്മെ പടച്ചതിൽ നമ്മുടെ റബ്ബിന് ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മെ റബ്ബിലേക്ക് മടക്കപ്പെടുന്നൊരു ദിവസമുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ അവസാനം ഇറങ്ങിയ വചനമാണ്. നോക്കൂ നിങ്ങൾ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിനാവശ്യമായ സന്ദേശങ്ങൾ മുഴുവനും പറഞ്ഞു തന്നിട്ട് ഇന്നലകളിൽ ജീവിച്ച താന്തോന്നികള്, ധിക്കാരികള്, അഹങ്കാരികളുടെ ജീവിത കഥകൾ പറഞ്ഞു തന്നിട്ട് ഭക്തരായ ആളുകളുടെ വിജയത്തിന്റെ വഴികളും പറഞ്ഞു തന്നിട്ട് അവസാനം റബ്ബ് തആല അവസാനിപ്പിക്കുന്ന വചനം ഇങ്ങനെയാണ്: വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ സൂക്ഷിക്കണേ, യൗമൻ, ഒരു ദിവസത്തിനെ, തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ
അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നൊരു ദിവസമുണ്ട്. രാജാതിരാജനായ റബ്ബിന്റെ അരികിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങൾ കരുതിയിരിക്കണമെന്ന് ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആനിന്റെ അവതരണം അവസാനിപ്പിക്കുന്നത്. ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് വലിയ പാഠമുണ്ട്. ആലോചിച്ച് നോക്ക്. ആ റബ്ബ് തആല നമ്മോട് ചോദിക്കുന്നു, നിങ്ങളെ പടച്ചതിൽ റബ്ബ് തആലക്ക് ലക്ഷ്യമില്ലയോ? വെറുതെയാണോ നിങ്ങളെ പടച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ട എല്ലാം ഒരുക്കി തന്ന് നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച് പരിപാലിക്കുന്നത് എന്തിനാണെന്നറിയുമോ? അല്ലാഹു തന്നെ പറയുന്നുണ്ട്, എന്തിനാണ് മനുഷ്യരായ നമ്മെ ഈ ഭൂമുഖത്ത് പടച്ചതും പരിപാലിക്കുന്നതും എന്ന് റബ്ബ് തആല പറഞ്ഞു തരുന്നു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളെ പടച്ചത്. അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മെ പടച്ചത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നെ അല്ലാഹു തന്നെ പറഞ്ഞു തരുന്നു. അപ്പൊ നമ്മളെ പടച്ചതിൽ റബ്ബ് തആല ലക്ഷ്യമാക്കുന്നത് റബ്ബിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു പടപ്പുകളായിട്ടാണ് അല്ലാഹു നമ്മെ പടച്ചിട്ടുള്ളത് എന്ന് സാരം. നോക്കണം മുഅ്മിനേ. ഇനിയോ നാം ചിന്തിക്കുക, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി റബ്ബ് തആല നമ്മെ പടച്ചിട്ട് നാം എന്ത് ഇബാദത്താണ് റബ്ബിന് ചെയ്തത്? എത്ര ഇബാദത്താണ് നമ്മൾ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തുന്ന ഒരു ദിവസം, ആ ദിവസത്തിലേക്ക് എത്ര ഇബാദത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് ചിന്തിക്കുവാനാണ് സൂറത്തുൽ ഹശ്റിലൂടെ റബ്ബ് തആല പറയുന്നു, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി അഥവാ റബ്ബിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾ കരുതിയിരിക്കണേ എന്ന് പറഞ്ഞുവല്ലോ. അവിടെ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടാനുണ്ട്. ആ ദിവസത്തിന് വേണ്ടി ഓരോരുത്തരും തൻ്റെ കൈകളിൽ എന്താണ്, തൻ്റെ ജീവിതത്തിൽ എന്ത് ഇബാദത്താണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്ന് ഇടയ്ക്കിടെ അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹശ്റിലൂടെയും അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുണ്ട് മുഅ്മിനേ നമ്മുടെ കയ്യിൽ? ഇനിയോ നമ്മുടെ ജീവിതം എങ്ങനെയാ? കളിച്ചും ചിരിച്ചും മതിച്ചും പുളച്ചും നാം ജീവിച്ചു തീർക്കുകയാണ് നമ്മുടെ ജീവിതകാലം. ഇബാദത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്വം നാം മറന്നു പോകുന്നു. ചിലർ സ്വന്തത്തിന് വേണ്ടിയും മറ്റു ചിലർ മറ്റാർക്കൊക്കെയോ വേണ്ടിയും, കുടുംബത്തിന് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, ഇങ്ങനെ പലതിനും വേണ്ടി ജീവിതം ഇങ്ങനെ മെഴുകുതിരി പോലെ ഉരുക്കി തീർക്കുകയാണ്. മെഴുകുതിരി പോലെ ഉരുകി തീരുകയാണ്. നമുക്ക് വേണ്ടി നാം എന്ത് ചെയ്തു? അല്ലാഹു നമ്മെ ഈ ഭൂമുഖത്ത് പറഞ്ഞയച്ചത് നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താനായ ഇബാദത്തുകൾ ചെയ്യാനാണെങ്കിൽ അതിനു വേണ്ടി എന്തുണ്ട് നമ്മുടെ കയ്യിൽ? ചിന്തിക്കുവാൻ റബ്ബ് തആല നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ അശ്രദ്ധമായി ജീവിച്ച് യഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഖുർആൻ നാം ഇങ്ങനെ അശ്രദ്ധയിൽ ഇങ്ങനെ പോവുകയാ. ഏതോ ഒരു മായാലോകത്ത് നാം ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ മരണം നമ്മെ പിടികൂടി റബ്ബിന്റെ അടുക്കൽ വിചാരണ ചെയ്യുന്ന സമയം ഇതാ അടുത്തിരിക്കുന്നു. അങ്ങനെ വിചാരണ ചെയ്യുന്ന വേളയിൽ റബ്ബ് തആലയുടെ പക്ഷത്ത് നിന്ന് അതാ നമുക്ക് ഉത്തരം കിട്ടുന്നു. എന്തെന്നറിയുമോ? അഖല ഇയാലുഹു ഹസനാതിഹി. നന്മയൊന്നുമില്ല കയ്യിൽ, ഇബാദത്തൊന്നുമില്ല കയ്യിൽ. ജീവിതം മുഴുവൻ മറ്റാർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി ഉരുക്കി തീർത്ത മെഴുകുതിരി പോലെ ജീവിച്ചു തീർത്തവരായത് കൊണ്ട് നിങ്ങൾക്ക് നന്മയൊന്നുമില്ല, ഇബാദത്തൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ. അതുകൊണ്ട് നരകത്തിലെറിയപ്പെടുകയാണ് അവിടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ നഫ്സിനോട്, എൻ്റെ സദസ്സിലിരിക്കുന്ന വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ഈ ചിന്തകൾ നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് അല്ലാഹുവിൻ്റെ ഇബാദത്താകണം. ഭൗതികമായ താല്പര്യങ്ങളോ നേട്ടങ്ങളോ ആയിക്കൂടാ. ഇത് മനസ്സിലാക്കിയ പൂർവീകരായ മഹത്തുക്കളിൽ ചിലര്
പൂർവീകരായ ചില ആളുകളിൽ മഹത്വക്കളായ ചില ആളുകൾ ദുനിയാവിൽ ഭൗതികമായ വിരക്തിയോടെ ജീവിച്ചത് അള്ളാഹുവിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകരുത്, തന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ച് മെഴുകുതിരി പോലെയായി അവസാനം താൻ നരകത്തിൽ എറിയപ്പെടരുത് എന്ന ചിന്തയോടെ ജീവിച്ചപ്പോഴാണ് ഇന്നലില്ലാഹി ഇബാദൻ ഫുതന ത്വല്ലഖുദ് ദുനിയാ വഖാഫുൽ ഫിതന. ഭൗതികതയോട് എല്ലാ അർത്ഥത്തിലും വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തിയതും ആവേശം കാണിച്ചതും അതിന് വേണ്ടി റമദാൻ പോലെയുള്ള സുന്ദരമായ കാലത്ത് ജീവിക്കുവാൻ അവസരം തരണേ എന്ന് റബ്ബ് തആലയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതും, അങ്ങനെ റമദാൻ വീണ് കിട്ടുമ്പോ അതിൽ ജീവിക്കാൻ അവസരം കിട്ടുമ്പോ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ഹംദ് ചെയ്ത് ധാരാളം ഇബാദത്തുകളുമായി ഇന്നലകളിൽ തന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളും കുറവുകളും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെട്ട് മാപ്പ് ചോദിച്ച് ഭാവിയുടെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടി വിശ്വാസികൾ മുതിർന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടിയാ. മുഅ്മിനുകളെ, ആ വഴിയേ അല്ലയോ നമുക്കും പോകേണ്ടത്? നമുക്കുമില്ലേ ഒരു മടക്കം, നമുക്കുമില്ലേ ഒരു വിചാരണ, നമുക്കുമില്ലേ റബ്ബിന്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന ആ ഒരു നിമിഷം? അതുകൊണ്ട് കാരുണ്യവാനായ റബ്ബ് നമുക്ക് രക്ഷപ്പെടാനായി ഒരുക്കിത്തന്ന റമദാൻ എന്ന ഓഫർ കാലം, പൊതുമാപ്പ് കാലം മുതലാക്കാൻ നാം ശ്രമിക്കുക. റബ്ബ് തആല തൗഫീഖ് തരട്ടെ. തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതം വട്ടപൂജ്യമാണ് ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ കുറവുകളും വിടവുകളും ഒക്കെ നികത്തി പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് പുതിയൊരു ജീവിതത്തിന് തുടക്കമിടാൻ നാം ഒക്കെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് മണിക്കൂറുകൾ വ്യത്യാസത്തിൽ അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ആവേശം, പരിശുദ്ധ റമദാൻ ഷരീഫിനെ പുൽക്കാനുള്ള വെമ്പൽ നമ്മുടെ മനധാരിൽ ആവേശത്തിൽ അലയടിക്കണം. അങ്ങനെ റമദാൻ ഷരീഫ് കടന്നു വരുമ്പോൾ മറ്റൊന്നുമില്ലാത്ത ആവേശം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ വളരെ കൂടുതലായി കാണപ്പെടണം. അപ്പോഴേ നമുക്ക് വിജയം വരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തആല ചോദിക്കുന്നു, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലയോ? വിശ്വാസികൾക്ക് ഇനിയും ബോധമായില്ലയോ? നേരം വെളുത്തില്ലയോ? സമയമായില്ലയോ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ, രാജാതിരാജനായ റബ്ബിനെ ഓർത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഇനിയും അവർക്ക് സമയമായില്ലയോ? ബോധമായില്ലയോ? എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹദീദ് 16-ാം വചനത്തിലൂടെ ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റമദാൻ ഷരീഫ് നമ്മുടെ മുമ്പിൽ മഹത്തായ സൗഭാഗ്യങ്ങളുമായി നമുക്ക് വീണ് കിട്ടുമ്പോ ആ റമദാൻ ഷരീഫിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിക്കുക എന്നത് തന്നെ വലിയ പുണ്യമാണ്. ഖുലാഅ എന്ന് പറയുന്ന ഗോത്രത്തിലെ രണ്ടാളുകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. രണ്ടിലൊരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കുകയാണ്. മറ്റേയാൾ അതും കഴിഞ്ഞ് ആ വർഷത്തെ റമദാനിലും കൂടെ ജീവിച്ച് സ്വാഭാവിക സാധാരണ മരണം വരിക്കുകയാണ്. ത്വൽഹത്ത് എന്നവർ പറയുന്നു, എനിക്ക് സ്വപ്നത്തിൽ സ്വർഗം കാണിക്കപ്പെട്ടു. അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് സ്വർഗത്തിലാദ്യം എത്തിയത്, സ്വർഗത്തിലാദ്യം ഇടം പിടിച്ചത് സാധാരണ സ്വാഭാവിക മരണം വരിച്ച വ്യക്തിയാണ് പോലും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ വ്യക്തിയേക്കാൾ ആദ്യം സ്വർഗത്തിലേക്ക് കടക്കാൻ സൗഭാഗ്യം ലഭിച്ചത് സാധാരണ മരണം വരിച്ച ആളാണ്. ഇത് എന്നിൽ അത്ഭുതമുളവാക്കി. ഞാൻ എൻ്റെ ഈ അത്ഭുതം മുത്ത് റസൂലുള്ളാഹി തങ്ങളോട് പങ്കുവെച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടിയുണ്ട്, അലൈസ ഖദ് സാമ ബഅദഹു റമളാൻ. ആ ഷഹീദായ സ്വഹാബിയെക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ ജീവിക്കാനും റമളാനിൽ ജീവിച്ച് ധാരാളം ഇബാദത്തുകൾ ചെയ്യാനും പുണ്യങ്ങൾ ചെയ്യാൻ, നോമ്പെടുക്കാൻ, നിസ്കരിക്കാൻ, ദാനധർമ്മങ്ങൾ ചെയ്യാൻ മറ്റേ സ്വഹാബിക്കല്ലയോ ഭാഗ്യം ലഭിച്ചത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആദ്യം സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു
സൗഭാഗ്യം റബ്ബ് തആല നമുക്ക് തരുമ്പോ, അല്ലാഹു തരട്ടെ, അങ്ങനെ ഒരു സൗഭാഗ്യം റബ്ബ് തആല നമുക്ക് തരുമ്പോ ആ റമദാൻ കൊണ്ട് വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അതിനു വേണ്ടി നാം ആവേശവും താല്പര്യവും കാണിച്ചില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ മുമ്പിൽ വിചാരണ ചെയ്യുന്ന സമയത്ത് നമുക്കെങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക? നമുക്കെന്ത് പറഞ്ഞാണ് റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുക? അതുകൊണ്ട് വരാനിരിക്കുന്ന റമദാനിന്റെ പവിത്രമായ ദിവസങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്തി വിജയം വരിക്കാൻ വേണ്ടി മനസ്സുകൊണ്ടൊരുങ്ങുക. ബാഹ്യമായ ഒരുക്കങ്ങളെ കൂടുതലായി ഒരുങ്ങേണ്ടത് മനസ്സുകൊണ്ടാണ്. റബ്ബ് തആല നമുക്കതിന് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ബാഹ്യമായ ഒരുക്കങ്ങൾ പലതും നമ്മൾ നടത്തി കഴിഞ്ഞു. പള്ളികളും പള്ളിയുടെ പരിസരങ്ങളും റമദാനെ വരവേൽക്കാൻ ഒരുങ്ങി. അതുപോലെ തന്നെ വീടിൻ്റെ പരിസരങ്ങളും ഒരുങ്ങി. ബാഹ്യമായ പല ഒരുക്കങ്ങളും നമ്മൾ നടത്തി. പക്ഷേ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഒരുക്കം നടത്തേണ്ടത് മാനസികമായ ഒരുക്കമാണ്. റമദാൻ കടന്നു വരുന്നത് മനസ്സുകളിലേക്കാണ്. റമദാൻ എന്ന് പറയുന്ന മാസവും മറ്റു മാസം പോലെ തന്നെയാണ്, സമയവും ദിവസവും നേരവും ഒക്കെ. പക്ഷേ അത് കടന്നു വരേണ്ടത് മനസ്സിലേക്കാണ്. അതിനുവേണ്ടി ആ മനസ്സിനെയാണ് നാം പാകപ്പെടുത്തേണ്ടത്, ഒരുക്കി വെക്കേണ്ടത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ശുദ്ധമായ മനസ്സിനെ റമദാൻ കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനഃശുദ്ധി വരുത്തി റമദാനിനെ വരവേൽക്കാൻ വേണ്ടി നാം ഒരുങ്ങുക. മനസ്സിനെ നന്നായി ഒരുക്കുക. ശുദ്ധമായ മനസ്സ്, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, കളങ്കമില്ലാത്ത, ദേഷ്യമില്ലാത്ത, പിണക്കമില്ലാത്ത നല്ലൊരു മനസ്സ് അതിനു വേണ്ടി ഒരുക്കുക. നമ്മൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ യാത്ര പറയാൻ വലിയ ആവേശം. എനിക്ക് തോന്നുന്നു ഹജ്ജ് ഉംറ എന്നൊക്കെ പറയുമ്പോൾ നാമമാത്രമായ ദിവസങ്ങളോ സമയങ്ങളോ മാത്രമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇബാദത്തുകളാണ്. അതിൻ്റെ ഫലം സ്വർഗമാണെങ്കിൽ റമദാനിൻ്റെ ഫലവും സ്വർഗം തന്നെയാണ്. സ്വർഗം മാത്രമല്ല, ഒരുപാട് ഫലങ്ങളുടെ, പുണ്യങ്ങളുടെ വലിയൊരു കണക്കാക്കപ്പെടാൻ കഴിയാത്തൊരു നീണ്ട നിരയാണ്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഇബാദത്തിൻ്റെ കാലമാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ മാത്രമല്ല യാത്ര പറയേണ്ടത്. യാത്ര പറയുന്നതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്, അത് യാത്ര പറയുക എന്ന യാത്രയുള്ളത് കൊണ്ടാണ്. പക്ഷേ യാത്ര പറയുന്നതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്, ഞാനൊരു പുണ്യകർമ്മം ചെയ്യാൻ പോകുന്നു, അതുകൊണ്ട് തന്നെ ആ പുണ്യകർമ്മം റബ്ബ് തആല എന്നിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ നിങ്ങളോട് യാതൊരു തരത്തിലുള്ള പൊരുത്തക്കേടും ഇല്ലാതിരിക്കണം, അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് പൊരുത്തം ചോദിക്കുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, റമദാൻ ശരീഫിനാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പൊരുത്തപ്പെടിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പിണക്കങ്ങളൊക്കെ മാറ്റി എല്ലാ അർത്ഥത്തിലും നല്ല മനസ്സോടുകൂടെ റമദാൻ ശരീഫിനെ വരവേൽക്കാൻ നമുക്കാകണം. അതിനുവേണ്ടി ഇനിയുള്ള ഈ സമയം അത് വാട്സപ്പിലൂടെ ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് കൊട്ടക്കണക്കിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടുന്ന ആരെങ്കിലും ഒരു വോയിസോ ഒരു കമൻറ്റോ ഇട്ടത് കൊണ്ട് മാത്രം അതൊക്കെ ഒരു ഉഡായിപ്പ് പൊരുത്തപ്പെടിക്കലാണ്. അതിലൊന്നും കഴമ്പില്ല. നമുക്ക് വിളിക്കാമല്ലോ, വിളിച്ച് പറയാമല്ലോ, ഞാൻ ഇന്ന ആളാണ്, അതുകൊണ്ട് റമദാൻ ശരീഫൊക്കെ വരികയല്ലേ, അത് പറയാൻ നമുക്ക് ഈഗോ ആണ്. അങ്ങനെ ഉഡായിപ്പിൻ്റെ വഴിയിലൂടെ രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കി നടക്കുകയാണ് നമ്മളൊക്കെ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധ റമദാൻ ശരീഫിനെ നെഞ്ചിലാണ് നാം വരവേൽക്കുന്നത്. അതുകൊണ്ട് മനം വൃത്തിയാക്കി ശുദ്ധിയാക്കി റമദാൻ ശരീഫിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എന്താണ് ഈ റമദാൻ? അനസ് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, خطبنا رسول الله صلى الله عليه وسلم في آخر يوم من شعبان. നബി തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് ഇതുപോലെ ശഅബാൻ മാസത്തിലെ അവസാനത്തെ ഒരു ദിവസം, ശഅബാൻ മാസത്തിലെ അവസാനത്തെ ഒരു ദിവസം റമളാനിന്റെ തൊട്ട് മുമ്പ് നബി തങ്ങൾ തന്റെ അനുയായികളോടൊരു പ്രസംഗം നടത്തിയത് ഹദീസ് കിതാബുകളിലുണ്ട്. അപ്പം അതുകൊണ്ട് ആ പ്രസംഗം, ആ വിഷയം പറയുന്നത് ഒരു സുന്നത്ത് കൂടിയാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നബി തങ്ങൾ റമദാൻ ശരീഫിന്റെ മുമ്പ് അനുയായികളോട് പറഞ്ഞതേ പ്രസംഗം. അതിൽ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് അളല്ലകും ശഹ്റുൻ അലീം, നിങ്ങൾക്കിതാ പവിത്രമായൊരു മാസം തണലിട്ടിരിക്കുകയാണ്. മഹത്വമേറിയ മാസം, അതിൻ്റെ സൗഭാഗ്യങ്ങൾ, അതിൻ്റെ പുണ്യങ്ങൾ വർണ്ണിക്കുക അസാധ്യമാണ്. നമുക്ക് കണക്കാക്കിയാൽ
കണക്കാക്കാൻ പറ്റാത്തതിലപ്പുറമാണ് അതിൻ്റെ പുണ്യങ്ങൾ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. അനുഗ്രഹീത മാസമാണ്. ആ മാസത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും വലിയ പ്രത്യേകത, ആ മാസത്തിലൊരു രാത്രിയുണ്ട്, അതിന് 1000 മാസത്തെ ഇബാദത്തുകളുടെ പുണ്യം, അതിനേക്കാൾ പുണ്യം കിട്ടുന്ന പവിത്രമായ രാത്രിയെ സംവിധാനിച്ചതും റമളാൻ ശരീഫ് എന്ന മാസത്തിലാ. മാത്രമല്ല, ഒരു നന്മ ചെയ്താൽ, നല്ലതെന്ത് ചെയ്താലും ഒരു ഫർളിന്റെ പുണ്യം ലഭിക്കുന്ന, ഒരു ഫർള് ചെയ്താൽ 70 ഫർളുകളുടെ പുണ്യം ലഭിക്കുന്ന പവിത്രമായ മാസം ഇതാ നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നു. അത് ഉപയോഗപ്പെടുത്തണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. താബിഉകളിൽ പ്രമുഖനായ ഇബ്രാഹിം ഇബ്നു നഖഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഫ്ളലു മിന്നൽ സൗമു യൗമിൻ മിൻ റമളാൻ, റമളാൻ മാസത്തിലെ ഒരു നോമ്പ് അഫ്ളലു മിൻ അൽഫി യൗം, 1000 മാസം 1000 ദിവസം നോമ്പെടുക്കുന്നതിനേക്കാൾ പുണ്യമാണ്. റമളാനിൽ ഒരു നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ 1000 ദിവസം മറ്റു ദിവസങ്ങളിൽ 1000 മറ്റു ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന അതിനേക്കാൾ പുണ്യം. വതസ്ബീഹത്തും ഫീ റമളാൻ, റമളാനിൽ ഒരു തസ്ബീഹ് ചൊല്ലാൻ കഴിഞ്ഞാൽ അഫ്ളലു മിൻ അൽഫി തസ്ബീഹ, റമളാൻ അല്ലാത്ത കാലങ്ങളിൽ 1000 തസ്ബീഹ് ചൊല്ലുന്നതിന്റെ പുണ്യം ലഭിക്കുമെങ്കിൽ റമളാനിൽ ഒരു റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ റമളാൻ അല്ലാത്ത കാലത്ത് 1000 റക്അത്തുകൾ നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം കിട്ടുന്ന പവിത്രമായ മാസമാണ് മുഅ്മിനേ നമുക്ക് മുമ്പിൽ ഇതാ തണലിട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, റമളാൻ ശരീഫിൽ നോമ്പുകാരനായി മാമിൻ അബ്ദിൻ അസ്ബഹ സായിമാ, റമളാനിലും അല്ലാത്ത കാലത്തും ഒരാളുടെ ഒരു ദിവസം തുടങ്ങുന്നത് നോമ്പുകാരനായ നിലയിലാണെങ്കിൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. നോമ്പുകാരനായ ഏത് ദിവസം ഉണ്ടോ അന്ന് അയാൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ വാനലോകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. വസബ്ബഹത് ലഹു അഅലാഉഹു, നോമ്പുകാരന്റെ ശരീരത്തിൽ ഓരോരോ അവയവങ്ങളും അയാൾക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വസ്തഗ്ഫറ ലഹു അഹ്ലുസ് സമാ, അല്ലാഹുവിന്റെ മാലാഖമാർ മുഴുവൻ നോമ്പുകാരന് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റമളാനിൽ കൂടിയാകുമ്പോൾ പവിത്രത എണ്ണമില്ലാത്ത ഇരട്ടി ഇരട്ടിയായി മാറുകയാണ്. പ്രിയമുള്ളവരെ, മാത്രമല്ല അല്ലാഹുവിന്റെ ഹൂറുൽ ഐങ്ങളായ ആ പടപ്പുകൾ, സ്വർഗസുന്ദരികൾ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, അല്ലാഹുമ്മ ഖബിൽഹു ഇലൈനാ, അല്ലാഹുവേ അയാളെ ഞങ്ങൾക്ക് വേണ്ടി തരണേ, അല്ലാഹുവേ ആ നോമ്പുകാരനെ ആ ഇബാദത്തുകാരനെ ഞങ്ങൾക്ക് വേണ്ടി തരണേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് മത്സരിച്ചുകൊണ്ട് ഹൂറുൽ ഐങ്ങൾ നോമ്പുകാർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നുണ്ട്, ആശിച്ചിരിക്കുന്നുണ്ട് എന്നും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പാപമോചനം, അതുപോലെ തന്നെ റബ്ബിന്റെ സ്വർഗം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധമായ ദിവസം, പരിശുദ്ധമായ മാസം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്ന, അതിന് വേണ്ടി മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒന്ന് ആവേശം കാണിക്കണേ, അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി ആവേശം കാണിക്കണേ. പദരണാങ്കണത്തിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങള് ഈ ആയത്തങ്ങോദിയപ്പോഴല്ലയോ 16കാരനായ സ്വഹാബി താൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാരക്കപ്പഴങ്ങള് ബാക്കി കണ്ട കയ്യിലുള്ളത് പോലും കഴിക്കാതെ മാറ്റിവെച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ചാടുകയാണ്. കൂടെ നിൽക്കുന്ന സ്വഹാബത്ത് ചോദിച്ചു, കയ്യിലുള്ള ബാക്കി പഴം കൂടി കഴിച്ചിട്ട് പോരെ എന്ന് ചോദിച്ചപ്പോ, ഇല്ല ഇല്ല, അല്ലാഹു അല്ലേ പറഞ്ഞത് സ്വർഗത്തിലേക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി മുന്നേറാൻ. അതുകൊണ്ട് തന്നെ റബ്ബ് തആല ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗത്തിന് വേണ്ടി മുന്നേറുന്നതിൽ ഈ കഴിക്കുന്ന ഫലങ്ങള്, ഈ കഴിക്കുന്ന ഈന്തപ്പഴം കൂടി അതിന്റെ സമയം അത്രയും കൂടി എനിക്ക് നഷ്ടമായാൽ അത്രയും നേരത്തെ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഞാനത് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് യുദ്ധക്കളത്തിലേക്ക് ചാടിയിറങ്ങി രക്തസാക്ഷിത്വം വരിച്ച് റബ്ബ് തആല പറഞ്ഞ സ്വർഗത്തിലേക്ക് മത്സരിച്ച് പോയ സഹാബത്ത് നമുക്ക് മുന്നിലുണ്ടെങ്കിൽ അവരുടെ പിൻഗാമികൾ
വിശ്വാസികളായിട്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ, അതേ സ്വർഗമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതെങ്കിൽ, എൻ്റെ നഫ്സിനോട് ശേഷം നിങ്ങളോട് പറയട്ടെ, മടിച്ച് മാറി നിൽക്കാതെ ആവേശത്തോടെ റമളാനിനെ വരവേൽക്കാൻ, നെഞ്ചിലേറ്റാൻ, ഉപയോഗപ്പെടുത്താൻ മുഅ്മിനെ ശ്രമിക്കുക. റബ്ബ് തആല തൗഫീഖ് തരട്ടെ. ഒരു ഹദീസ് കൂടി വളരെ വേഗത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്ന, സ്വർഗത്തിലുണ്ട് ഖുറഫൻ, അറയുണ്ട്, ഒരറയുണ്ട്. ഏതാണ് അറയുടെ പ്രത്യേകത? യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ, അകത്ത് നിന്ന് നോക്കിയാൽ പുറം കാണുന്ന, പുറത്തു നിന്ന് നോക്കിയാൽ അകം കാണുന്ന സുന്ദരമായ പളുങ്കു ഗോപുരം സ്വർഗത്തിലുണ്ട്. ഈ സമയത്ത് സഹാബത്ത് ചോദിച്ചു, നബിയേ, അതാർക്ക് വേണ്ടിയാ റബ്ബ് തആല ഒരുക്കി വെച്ചത്? അവിടുന്ന് പറഞ്ഞു, ലിമൻ ത്വാബൽ കലാം വഅത്അമ ത്വആം, നല്ല വാക്ക് പറയുന്ന, ഭക്ഷണം കൊടുക്കുന്ന, അതുപോലെ തന്നെ നോമ്പ് എടുക്കുന്ന, അതുപോലെ തന്നെ രാത്രിയിൽ മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ നമസ്കാരത്തിലായി കഴിച്ചു കൂട്ടുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച സുന്ദരമായ പളുങ്കു ഗോപുരങ്ങളാണവ. അതിൽ കടക്കാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് തരട്ടെ. പ്രിയമുള്ളവരെ, ഈ പറയുന്ന ഈ പളുങ്കു ഗോപുരം ലഭിക്കാൻ കാരണമാകുന്ന എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ ഒത്തുവരുന്ന കാലമാണ് റമളാൻ ശരീഫ്. നിങ്ങൾ നോക്കൂ, അനാവശ്യമായ സംസാരങ്ങളൊക്കെ നിയന്ത്രിച്ച് നല്ലത് മാത്രം സംസാരിച്ച്, അതോടൊപ്പം തന്നെ സാധ്യമാകുന്നത്ര മറ്റുള്ളവർക്ക് നോമ്പ് തുറയും മറ്റുമായി ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത്, അതോടൊപ്പം തന്നെ നോമ്പനുഷ്ഠിച്ച് മറ്റുള്ളവരൊക്കെ സുഖമായി ഉറങ്ങുമ്പോൾ തറാവീഹ് പോലെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളും തഹജ്ജുദ് പോലെയുള്ള നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ ആ സുന്ദരമായ സ്വർഗത്തിലെ പളുങ്കു ഗോപുരം നേടാൻ സുവർണാവസരം നമുക്കിതാ മുമ്പിൽ വന്നു നിൽക്കുന്നു. അത് ഉപയോഗപ്പെടുത്തുക. റബ്ബ് തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.